ബർഗണ്ടിയിലെ രാജാവായിരുന്ന റുഡോൾഫ് രണ്ടാമന്റെ പുത്രിയായിരുന്നു അഡ്ലെയ്ഡ്. പ്രൊവിൻഷ്യയിലെ രാജാവായിരുന്ന ഹ്യൂഗിയൻസിന്റെ പുത്രൻ അഡലെയ്ഡിനെ വിവാഹം ചെയ്തു. വിവാഹം കഴിഞ്ഞ് 1 വർഷം ആയപ്പോൾ അദ്ദേഹം മരിച്ചു. അധികം വൈകാതെ ലോതർ രാജ്യം കീഴടക്കുകയും തന്റെ പുത്രനെ വിവാഹം ചെയ്യണമെന്ന് അഡ്ലെയ്ഡിനോട് നിർബന്ധപൂർവ്വം ആവശ്യപ്പെടുകയും ചെയ്തു. അവൾ വിസമ്മതിക്കുകയാൽ അയാൾ രോഷം പൂണ്ട് അവളെ തടവിൽ പാർപ്പിച്ചു. ആയിടെയാണ് ജർമ്മനിയിലെ രാജാവ് ഓട്ടോ അയൽ രാജ്യങ്ങളിലേക്ക് കീഴടക്കുവാൻ വേണ്ടി വലിയൊരു സൈന്യവ്യൂഹവുമായി ഇറ്റലിയിലേക്ക് വന്നത്. അദ്ദേഹം ബോറൻ ഗാരേസിനെ കീഴടക്കുകയും അഡ്ലെയ്ഡിനെ മോചിപ്പിക്കുകയും ചെയ്തു. ഇറ്റലിയിൽ തന്റെ അധികാരം ഉറപ്പിക്കുന്നതിനായി ഓട്ടോ അഡ്ലെയ്ഡിനെ വിവാഹം ചെയ്തു. അവർക്ക് 5 സന്താനങ്ങളുണ്ടായി. 973 ഓട്ടോ മരിച്ചു. അഡ്ലെയ്ഡിന്റെ മൂത്ത പുത്രൻ ഓട്ടോ രണ്ടാമൻ എന്ന പേരിൽ അധികാരമേറ്റു. അയാൾ കലഹപ്രിയയായ ഉപദേഷ്ടാക്കളുടെ പ്രേരണ നിമിത്തം മാതാവിനെ പിണക്കി അകറ്റി. അവൾ കൊട്ടാരം വിട്ട് വിയന്നയിലുള്ള സഹോദരന്റെ പക്കലേക്ക് പോയി. എന്നാൽ മധ്യസ്ഥരുടെ ശ്രമം നിമിത്തം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും അഡ്ലെയ്ഡിനെ കൊട്ടാരത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. ഓട്ടോ രണ്ടാമൻ 983 മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പുത്രൻ ഓട്ടോ മൂന്നാമൻ ബാലനായിരുന്നതുകൊണ്ട് അവന്റെ മാതാവായ തെയോഫാനയെ രാജ്യം ഭരിപ്പിച്ചു. കൊട്ടാരത്തിലെ സ്ഥിതിഗതികൾ അടിക്കടി വഷളായിക്കൊണ്ടിരുന്നു. തന്മൂലം അഡ്ലെയ്ഡിനെ വീണ്ടും കൊട്ടാരത്തിൽ വിട്ടു പോകേണ്ടി വന്നു. എന്നാൽ തെയോഫാനെ പെട്ടെന്ന് മരിച്ചതുകൊണ്ട് അവൾ തിരിച്ചു വരികയും ഭരണം കൈയേൽക്കുകയും ചെയ്തു. അഡ്ലെയ്ഡിന്റെ മറ്റു ഭരണാധികളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അവൾ എതിരാളികൾക്ക് മാപ്പ് നൽകുകയും എതിരഭിപ്രായങ്ങളെ സഹിഷ്ണുതയോടുകൂടി പരിഗണിക്കുകയും ശത്രു മിത്രഭേദമന്യേ എല്ലാവരോടും സ്നേഹപൂർവ്വം പെരുമാറുകയും ചെയ്തു. ആത്മീയ ജീവിതം കാക്ഷിച്ചിരുന്നവർക്ക് വേണ്ടി അനേകം സന്യാസ ഭവനങ്ങൾ പണിയിച്ചു. നിർമ്മതരുടെ മാനസാന്തരത്തിനു വേണ്ടി അക്ഷരം പ്രവർത്തിച്ചു. എല്ലാ പ്രവർത്തന മേഖലകളിലും ക്രൈസ്തവ വീക്ഷണം പുലർത്തി. 999 ഡിസംബർ 16 അവൾ ഭാഗ്യമരണം പ്രാപിച്ചു.